മറ്റൊരിടത്ത് നമുക്ക് എം സ്വരാജിനെ കാണാം, അദ്ദേഹത്തിൻ്റെ പിതാവിനെ കാണാം. അവരെല്ലാം രാവിലെ അവിടെ എത്തി വോട്ട് ചെയ്യാനുള്ള ക്യൂവിൽ നിൽക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ നിലമ്പൂരിൽ ഈ വലിയ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണം അല്ലെങ്കിൽ അതിനപ്പുറം വിവാദങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ നടന്ന ഒരു സ്ഥലമാണ് നിലമ്പൂർ. 21-22 ദിവസം നീണ്ടുനിന്ന ആ പ്രചരണ കാലം അത് ഈ കേരളം ഒന്നാകെ നിലമ്പൂരിലേക്ക് നോക്കുന്ന രീതിയിൽ, രാഷ്ട്രീയ കേരളം ഒന്നാകെ നിലമ്പൂരിലേക്ക് നോക്കുന്ന രീതിയിലേക്ക് തന്നെ ആ പ്രചാരണം എത്തുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്ന് ജനവിധിയാണ്. 6:56 ആകുന്നു. 7 മണിക്ക് തന്നെ ഇപ്പം ശാന്തകുമാർ പറഞ്ഞതനുസരിച്ച് ബൂത്തുകളിലൊന്നും കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. അങ്ങനെയെങ്കിൽ കൃത്യം 7 മണിക്ക് തന്നെ എല്ലായിടത്തും പോളിംഗ് ആരംഭിക്കും. പ്രസാദ് ഉറുമ്പശ്ശേരി നമുക്കൊപ്പമുണ്ട്, ആസിഫ് മുഹമ്മദ് ഉണ്ട്. നമുക്ക് അവരിലേക്ക് കൂടി പോകേണ്ടതാണ്. ആദ്യം പ്രസാദിലേക്ക് പോകുന്നു. പ്രസാദ്, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് വെല്ലുവിളികളുടേത് കൂടിയായിരുന്നു ഈ തിരഞ്ഞെടുപ്പ്. കാരണം ഈ വെല്ലുവിളിച്ചതൊക്കെ വോട്ടായി തീരുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. ഇനിയിപ്പം ജനവിധിക്ക് അധികം സമയമില്ല, 4 മിനിറ്റിൻ്റെ മാത്രം ദൂരമേ ഉള്ളൂ. പക്ഷേ പോളിംഗ് ബൂത്തുകളിൽ നിന്ന് രാവിലെ കാണുന്നതെല്ലാം വോട്ടർമാരുടെ നീണ്ട നിരയാണ്. പ്രസാദ്, എവിടെയാണ്, എന്താണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ? സത്യലക്ഷ്മി, ഞാനിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂർ ഗവൺമെൻറ് മോഡൽ UP സ്കൂളിലാണ്. ഇവിടെയാണ് രാജ്യസഭ MP PV അബ്ദുൽ വഹാബ് വോട്ട് ചെയ്യുക. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് പറയുന്നത്. ഈ സ്കൂളിൽ 5 ബൂത്തുകളാണ് ഉള്ളത്. 177 മുതൽ 181 ബൂത്ത് വരെ ഈ സ്കൂളിലുണ്ട്. അതിൽ 181ാമത്തെ ബൂത്തിലാണ് അബ്ദുൽ വഹാബ് വോട്ട് ചെയ്യുക. രാവിലെ മറ്റ് ബൂത്തുകളിലെല്ലാം തന്നെ ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അത്ര വലിയ തിരക്ക് സാധാരണഗതിയിൽ നമ്മളൊരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഇവിടെ നടന്ന പ്രചരണത്തിൻ്റെ അത്രയും വീറും വാശിയിലുള്ള ഒരു നീണ്ട നിര നമുക്ക് ഇവിടുത്തെ ബൂത്തുകളിൽ കാണാൻ കഴിയില്ല. പക്ഷേ ആളുകളെല്ലാം തന്നെ പലയിടങ്ങളിലും ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ 181ാമത്തെ ബൂത്തിൽ ഒരു വോട്ടർ മാത്രമാണ് ഇപ്പോൾ ആദ്യം വോട്ട് ചെയ്യാൻ വന്നിട്ടുള്ളത്. ചേട്ടൻ ഇവിടെ ആദ്യം എത്തിയില്ലേ? ആദ്യം എത്തി വോട്ട് ചെയ്തിട്ട് പോകാനുള്ളതാണ്. കോഴിക്കോട് പോകണം. നേരത്തെ കോഴിക്കോട് പോകണം. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം ഇവിടെ നിങ്ങൾ വോട്ടർമാരെല്ലാം ആഗ്രഹിച്ച തരത്തിലുള്ള ചർച്ചകളും ഒക്കെ തന്നെയാണോ ഇവിടെ നടന്നിട്ടുള്ളത്? അങ്ങനത്തെ ഒരു ചർച്ചയും നടന്നില്ല. പിന്നെ നമ്മുടെ വോട്ടവകാശം ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് പിന്നെ ഒരു ആവശ്യമില്ലാത്ത വോട്ടാണ്. പിന്നെ ഒരു നമ്മുടെ വോട്ടവകാശം ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ വന്നു. അതായത് മണ്ഡലത്തിലെ ജനങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയുള്ള ചർച്ചകളൊന്നും ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഇവിടെ കുറച്ച് അവരുടെ കറക്റ്റ് കാര്യങ്ങൾ, കുറച്ച് കമ്മ്യൂണൽ പ്രോബ്ലംസ് പറഞ്ഞു. അല്ലാതെ എന്താ ഇവിടെ ഇവിടുത്തെ വികസനത്തെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞിട്ട് എനിക്കറിയില്ല. നിങ്ങൾ കണ്ടത് മുഴുവൻ വിവാദങ്ങൾ മാത്രം? വിവാദങ്ങളാണ് ഇവിടെ ഉണ്ടായത്, വിവാദങ്ങളാണ്. നമ്മുടെ ഇവിടെ നാടിൻ്റെ പുരോഗതിയെക്കുറിച്ചും ഒരു ബൈപ്പാസ് ഉണ്ട്, ഇതുവരെ അതിനെക്കുറിച്ച് ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. 33 വർഷമായെന്ന് പറഞ്ഞത് തുടങ്ങി വെച്ചിട്ട്. ഇതാണ് ഇവിടെ സജീവമായി വന്നിട്ടില്ല. ഇല്ല, വന്നിട്ടില്ല. ഇവിടെ വികസിപ്പിക്കുമെന്ന് പറഞ്ഞു, എന്താ വികസിച്ചെന്ന് നമുക്ക് അറിയത്തില്ല. ആർക്ക് വോട്ട് ചെയ്യുന്നു എന്ന് ചോദിക്കാൻ പാടില്ല, പക്ഷെ ആർക്കാണ് സാധ്യത എന്ന് ചോദിക്കാമല്ലോ. അത് എനിക്ക് പറയാൻ പറ്റില്ല. അതിപ്പോൾ ഒരു 23-ാം തീയതി അറിയാൻ പറ്റും. വലിയ മത്സരമാണ്, നല്ല കോമ്പറ്റീഷനാണ്. അതുകൊണ്ട് അത് 23 വോട്ട് ചെയ്ത് കോഴിക്കോട്ടേക്ക്. നിങ്ങൾ ഏത് ചാനലാണ്? ലക്ഷ്മി, അദ്ദേഹത്തിന് നേരത്തെ വോട്ട് ചെയ്ത് കോഴിക്കോട്ടേക്ക് പോകാനുണ്ട്. നേരത്തെ അദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് തോന്നുന്നു. കാരണം ഇവിടെ ഒരുപാട് ചർച്ചകൾ നമ്മളെല്ലാം തന്നെ മാധ്യമങ്ങളിലൂടെയാണെങ്കിലും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം തന്നെ വലിയ ചർച്ചകളൊക്കെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായതാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ കാര്യമായ ചർച്ചകളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇവിടേക്ക് ആളുകളൊക്കെ തന്നെ എത്തിത്തുടങ്ങുന്നുണ്ട്. നിരവധി ആളുകൾ ഇപ്പോൾ മറ്റ് ബൂത്തുകളിൽ, ഇത് 181ാമത്തെ ബൂത്തിലാണ് നമ്മൾ ഒരാളെ കാണുന്നത്. പക്ഷേ തൊട്ടപ്പുറത്തെ ബൂത്തിൽ അവിടെ അല്പം തിരക്കുകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വോട്ടർമാരോട് കൂടി നമുക്കൊന്ന് അവരുടെ അഭിപ്രായം കൂടി തേടാം. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ കാര്യമായ ചർച്ചകൾ ചോദിച്ചു നോക്കാം. ഇപ്പം ഈ നമ്മൾ അദ്ദേഹം ഒരു വോട്ടറോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ മണ്ഡലം ആഗ്രഹിച്ച ചർച്ചയൊന്നും ഇവിടെ നടന്നിട്ടില്ല, കുറെ വിവാദങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ്? എനിക്ക് മനസ്സിലായില്ല നിങ്ങളുടെ ചോദ്യം. അതായത് ഈ ഇലക്ഷൻ പ്രചരണത്തിലെ ഇവിടുത്തെ നാട്ടുകാർ അല്ലെങ്കിൽ ഇവിടുത്തെ വോട്ടർമാർ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി നടന്നിരുന്നില്ല എന്നാണ്. ഇവിടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബൈപ്പാസാണ്, പിന്നെ KSRTCൻ്റെ ഡെവലപ്മെൻ്റ് ഒക്കെയാണ്. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ഒരു 8 മാസത്തേക്കുള്ളിൽ എന്തായാലും ഏത് MLA ആയാലും ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് ബേസ് ചെയ്യുന്നത് വരുംകാല 2026 ഇലക്ഷനെയാണ്. പിന്നെ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം പറയാം, ഇത് UDFന് വെച്ച് ജയിക്കാനുള്ള ഒരു സാധ്യതയല്ല, ജയിച്ചു എന്ന് തന്നെ കൂട്ടുക.
ചേട്ടൻ എന്താ പറയുക? എനിക്കൊന്നും പറയാനില്ല. ഒന്നും പറയാം. എന്താ പറയാനുള്ളത്? അല്ല, ഇതിലിപ്പോൾ ഈ പറഞ്ഞ മാതിരി പിന്നെ തെരഞ്ഞെടുപ്പിന് എല്ലാവരും നിലമ്പൂർ അങ്ങനെ അത്ര വലിയ ചർച്ച വന്നതായിട്ടല്ല, വന്നില്ല എന്നാണല്ലോ ഇപ്പം നിങ്ങൾ പറയുന്നത്. ഞാനല്ല, അവിടെ ഒരു വോട്ടർ പറഞ്ഞതാണ്. ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മനസ്സിൽ എല്ലാവർക്കും ഓരോരോ അഭിപ്രായങ്ങളുണ്ട്. പിന്നെ ഇപ്പം ഈ പറഞ്ഞ മാതിരി കുറേ പ്രശ്നങ്ങൾ നിലമ്പൂരിനുണ്ട്. അതൊക്കെ പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു MLA വരട്ടെ, അതാണ്. എന്താണ് പറയാനുള്ളത്? അത് തന്നെ അഭിപ്രായം. ആള് വരുന്നത് നല്ലതായിരിക്കണം. ആള് നല്ല എന്ത് നാട്ടിൽ ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. ആള് പറ്റുന്ന അതിൽ കൂടുതലൊന്നും പറയേണ്ട ആവശ്യം. അങ്ങനെ ഒരാൾ ഈ മനസ്സിലുണ്ട് അല്ലേ? ശരി, അതാണ് ശ്രീലക്ഷ്മി. എന്തായാലും ആളുകളെല്ലാം തന്നെ പറയുന്നത് ഇവിടെ ഈ ബൂത്തിൽ ഇത് 179 നമ്പർ ബൂത്താണ്. ഇവിടെ പക്ഷേ നല്ല തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 181 പക്ഷേ നേരത്തെ പറഞ്ഞപ്പോൾ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ സമീപത്തുള്ള ബൂത്തുകളിലെല്ലാം തന്നെ ആളുകൾ, സ്ത്രീകൾ ഉൾപ്പെടെ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രായമായ വേണ്ടി എത്തിയിട്ടുണ്ട്. അതിരാവിലെ എത്തിയല്ലോ വോട്ട് ചെയ്യാൻ. വേഗം പോകണം വെച്ചിട്ടാണ്. വേഗം പോകണം വെച്ചിട്ടാണോ? എല്ലാ പ്രാവശ്യം വോട്ട് ചെയ്യുമ്പോൾ ആദ്യം വരുമോ? എല്ലാ പ്രാവശ്യം വരും. വന്നാൽ ജീവനുണ്ടെങ്കിൽ വരാം. അല്ല, മുമ്പൊക്കെ വോട്ട് ചെയ്യുമ്പോൾ ആദ്യം എത്താറുണ്ടോ? എത്താറുണ്ട്. വേഗം വരൂ, എടുത്തു പോകും. എന്താ പറയാനുള്ള ഈ തെരഞ്ഞെടുപ്പില്? തെരഞ്ഞെടുപ്പിലൊന്നും പറയാനൊന്നുമില്ല. ഇപ്പം നടക്കാനൊന്നും പറ്റില്ല. എന്തെങ്കിലും ചിലവരിങ്ങനെ കെട്ടണം. അതിപ്പോ ആരാ കൊണ്ടുത്തരുത്? ആരും ഇല്ല. പെൻഷനൊക്കെ കിട്ടാറുണ്ടായിരുന്നോ? പെൻഷൻ കിട്ടാറുണ്ട്. നേരത്തെ 1600 അതുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഒരു മരിക്കണ മരുന്ന് വേണം 400-500 മരിക്കാൻ. അപ്പം ആകെ ബുദ്ധിമുട്ടാണ്. എല്ലാ പാർട്ടിക്കാരും വോട്ട് ചോദിച്ചൊക്കെ വന്നോ? വീട്ടിൽ വന്നോ? തെരഞ്ഞു വന്നിരുന്നു. വോട്ടുകാർ വോട്ട് കഴിഞ്ഞ് മുതൽ വോട്ട് വേണം. പിന്നെ ഇപ്പം എങ്ങനെയും ആയിക്കോട്ടെ. എല്ലാ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകാറുണ്ടോ? പോകാറുണ്ട്. അതൊക്കെ ചെയ്യാറുണ്ട്. ഈ അമ്മൂമ്മ വോട്ട് വേഗം കിട്ടണം. വോട്ട് ചെയ്യണം. അതൊരിക്കലും മുടക്കാറില്ല. ആദ്യം വന്ന് ചെയ്യും അല്ലേ? ആദ്യം വന്ന്. അതാണ് ശ്രീലക്ഷ്മി ആവേശം എന്ന് പറയുന്നത്. കാരണം ആദ്യം വന്ന് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. പ്രസാദ്, ഈ